ശ്രീ ഗോപകുമാർ സർ, ഇപ്പോൾ ഈ മുനമ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പോയൊരു കാര്യമാണ്. ഈ കേരള കോൺഗ്രസ് അതിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്നതായാലും വലതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്നതായാലും വളരെ കൃത്യമായി അവരൊരു നിലപാട് പറയുന്നത് ഈ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ ഞങ്ങൾക്കൊപ്പമാണ് എന്ന് ഒരു ആത്യന്തിക നിലപാടെടുക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടത്. ഇപ്പോൾ നോക്കൂ, ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഒരു അവസ്ഥ, അവിടെ ഒന്നുപോലുമില്ല കണ്ടുപിടിക്കാൻ എന്നുള്ള അവസ്ഥയിലേക്ക് അവിടെ എത്തുകയാണ്. അവിടെയൊക്കെ ഈ ക്രിസ്ത്യൻ ജനവിഭാഗം വളരെ കൃത്യമായി ഒരു പിന്തുണ നൽകിക്കൊണ്ടിരുന്ന ഒരു പാർട്ടികളാണല്ലോ ഈ കേരള കോൺഗ്രസ് എന്നൊക്കെ പറയുന്നത്. മുനമ്പത്ത് BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കുകയാണ്, NDAയുടെ സ്ഥാനാർത്ഥി ജയിക്കുകയാണ്. അപ്പോൾ പുതിയ മേഖലകളിലേക്ക് കൂടി BJPയുടെ സ്വാധീനം ഇങ്ങനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. നേരത്തെ ഈ മണിപ്പൂരൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തെ പുറകോട്ടടിപ്പിക്കാൻ BJPയിൽ നിന്ന് അകറ്റി നിർത്താൻ വലിയ ശ്രമങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? വികസനം വേണമെങ്കിൽ ആരെ ജയിപ്പിക്കണം, തങ്ങൾക്ക് സുരക്ഷിതത്വം വേണമെങ്കിൽ ആരെ ജയിപ്പിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ് ക്രിസ്ത്യൻ വിഭാഗത്തിന് ഉണ്ടായിട്ടുണ്ട്. കാസയുടെ ഒരു വാർത്താക്കുറിപ്പിൽ അക്കാര്യമെല്ലാം പറഞ്ഞുകൊണ്ടാണ് അവർ നന്ദി പറയുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റം കൂടി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കാണേണ്ടതല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ കാസയുടെ പ്രവർത്തനം കുറച്ച് നാളുകളായിട്ട് BJPക്ക് അനുകൂലമായിട്ടാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. അത് ഈ മുനമ്പത്തിലേക്ക് അവിടുത്തെ ഒരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിനും കുറച്ചൊക്കെ വ്യത്യാസമാണ്. കുറച്ച് അഫ്ലുവൻ്റ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന മധ്യ കേരളത്തിലെ മേഖലകൾ. ആ മേഖലകളിൽ അവിടുത്തെ ക്രൈസ്തവ വിഭാഗക്കാരുടെയിൽ ഗണ്യമായൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. പരമ്പരാഗതമായി കോൺഗ്രസ്സിനെ മാത്രം പിന്തുണച്ചിരുന്ന വിഭാഗക്കാരെല്ലാം ഒരു വലിയ പങ്ക് അവർ മാറി ചിന്തിച്ചു എന്നുള്ളതും അത് ആ ചിന്താഗതി വന്നത് ഒരുപക്ഷെ വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടം തൊട്ട് ചെറുതായിട്ട് തുടങ്ങിയെങ്കിലും സമീപകാലത്ത് അത് കൂടുതൽ ശക്തമായി. അതോടൊപ്പം തന്നെ ക്രൈസ്തവ സഭകളെല്ലാം BJPക്ക് അനുകൂലമായ ഒരുപാട് തീരുമാനങ്ങൾ പല സമയത്തും എടുത്തിട്ടുണ്ട്. അത് അന്നത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് കാണാവുന്നതാണ്. സുരേഷ് ഗോപി തൃശ്ശൂർ വിജയിച്ചതിൻ്റെ പശ്ചാത്തലം കൂടി ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. അത് പ്രധാനപ്പെട്ട സഭകളുടെ നേതൃത്വമെല്ലാം അക്കാര്യത്തിൽ സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്നതിന് തുറന്നു കാണിക്കുകയും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്തു. ഇത് മറ്റ് പല സ്ഥാനാർത്ഥികൾക്കും NDAക്ക് അതിൻ്റെ ഗുണം കിട്ടിയെന്നുള്ളതാണ്. മുനമ്പം കുറച്ചുകൂടി വ്യത്യസ്തമായൊരു ഇഷ്യൂ ആണ്. മുനമ്പത്ത് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പരമ്പരാഗതമായി അവിടെ ജീവിച്ചിരിക്കുന്ന തലമുറകൾ, അവർക്ക് പൊടുന്നനവേ അതൊക്കെ വഖഫാണെന്ന് പറയുമ്പോഴുണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്, അതിനെ നേരിടാൻ മറ്റ് പ്രധാനപ്പെട്ട മുന്നണി LDFും UDFും മടിച്ചു നിൽക്കുമ്പോൾ, മുഖ്യധാര മുന്നണികളെന്ന് പറയുന്ന അവർ രണ്ടുപേരും മടിച്ചു നിൽക്കുമ്പോൾ അവിടത്തേക്ക് വന്ന NDAയുടെ പ്രവർത്തനം, നീണ്ടനാൾ നടത്തിയ സത്യാഗ്രഹം, ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് BJPയുടെ സത്യാഗ്രഹം അവസാനിപ്പിച്ചിട്ടില്ല, ആ സമരം ഇപ്പോഴും തുടരുന്നു എന്നാണ്. അതിൽ നിന്ന് വളർന്ന ഒരു ജനകീയതയാണ് മുനമ്പത്ത് BJPക്ക് മുനമ്പം വാർഡ് ജയിക്കാൻ കാരണമാക്കിയത്. അപ്പോൾ ഇത് അഫ്ലുവൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ മാത്രമല്ല, പാവപ്പെട്ട ആൾക്കാരുടെ ഇടയിലും ആ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു. ഞാനിത് രണ്ടായിട്ട് പറയാൻ കാരണം, ആദ്യം വന്നത് അഫ്ലുവൻ്റ് ആയിട്ടുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നായിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വലിയ വിഭാഗക്കാർ, പ്രത്യേകിച്ച് ഇങ്ങനെ മുനമ്പത്തും മറ്റും വളരെ ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്നു. ആ വിഭാഗത്തിന് അവരുടെ നിൽക്കക്കള്ളി തന്നെ, കാരണം അവരുടെ ഭവനം തന്നെ ഇല്ലാതാവും, അവരുടെ ഭൂസ്വത്ത് തന്നെ ഇല്ലാതാകും എന്ന് തോരുമ്പോൾ അതിനെ നേരിടാനുള്ള ഒരു ശക്തി കാണിക്കാൻ മുഖ്യധാര നിൽക്കുന്ന പരമ്പരാഗത മുന്നണികൾ മടിച്ചു നിന്നപ്പോഴാണ് അവിടെ NDA അതിന് നേതൃത്വം കൊടുത്തത്. അതിൻ്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വന്നത്. അപ്പോൾ ചുരുക്കത്തിൽ BJPക്ക് ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിൽ, ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്, ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിൽ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ പിന്തുണ വളരെ വളരെ പ്രധാനമാണ്. കാരണം പരമ്പരാഗതമായി അവർ UDFിൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ അതിൽ നിന്ന് ഒരു ചെറിയ വിഭാഗം മാത്രമേ LDFിൽ പോയിരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാ ചിന്താഗതിയെല്ലാം മാറി. തീർച്ചയായിട്ടും കേന്ദ്ര നേതൃത്വത്തിൽ മോദിയെയും മറ്റും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ക്രൈസ്തവ സഭകളുടെ നേതൃത്വമുണ്ട്. താഴെത്തട്ടിലാകട്ടെ പ്രാദേശിക തലത്തിൽ സ്റ്റേറ്റിലെ BJPയെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതാണ് കാസയുടെ കാര്യമൊക്കെ പറഞ്ഞത്. ആ പൊളിറ്റിക്സ് ഇനി വർദ്ധിക്കാനാണ് സാധ്യതയുള്ളത്. പക്ഷേ മുനമ്പം തീർച്ചയായിട്ടും കുറച്ചുകൂടി ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ച്, മനുഷ്യത്വപരമായ കാര്യങ്ങൾക്ക് അതിൽ BJP എടുത്ത നിലപാടിന് നല്ല അംഗീകാരം പൊതുസമൂഹത്തിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.